ദി ഗ്രേറ്റ് അമേരിക്കൻ എക്ലിപ്സ് 2024 എന്ന് വിളിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം തുടങ്ങി. വടക്കൻ ശാന്തസമുദ്രത്തിലാണ് ആദ്യം സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 മെക്സിക്കൻ തീരത്ത് സൂര്യഗ്രഹണം ദൃശ്യമാകും. പൂജ ലക്ഷ്മി വിവരങ്ങളുമായി ചേരുകയാണ്. പൂജ, മിനിറ്റുകൾ ശാസ്ത്രലോകം വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന മിനിറ്റുകളിലേക്കാണ് ഇനി സഞ്ചരിക്കാനിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? എവിടെ നിന്നൊക്കെയാണ് ദൃശ്യമാവുക? തീർച്ചയായും മാധു, വലിയ പ്രത്യേകതയാണ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം ലോകം പ്രതീക്ഷയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു നിരാശയൊക്കെ ഉണ്ടാകാം. നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് രാത്രിയാണ്, പക്ഷെ അവിടെ എങ്ങനെയല്ലേ ഉച്ചയോടടുക്കുകയാണ്. നമുക്കറിയാം സൂര്യഗ്രഹണം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യം. ചന്ദ്രൻ ഭൂമിയോടടുക്കുന്നു, സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരുന്നു, ചന്ദ്രന്റെ ആ ബിംബത്തെ മറയ്ക്കുന്നു. അങ്ങനെ പട്ടപ്പകൽ പോലും സന്ധ്യയായി ഫീൽ ചെയ്യുന്നൊരു സമയം, അത്ര എളുപ്പത്തിൽ പറയാം. അതാണ് ശരിക്കും സൂര്യഗ്രഹണമായി പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് എവിടെയാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയും പോർഷനിലായിരിക്കും, നമ്മൾ ഈ മഞ്ഞ വരെ കാണുന്ന ഇത്രയും പോർഷനിലായിരിക്കും സൂര്യഗ്രഹണം സംഭവിക്കുക. നമുക്കിവിടെ ഒരു രേഖ കാണാം, നല്ല ഡാർക്ക് കളറിൽ ഒരു രേഖ കാണാം. അവിടെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സമയം രാത്രി 9:12 ഈ സൂര്യഗ്രഹണം ആരംഭിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിൽ നിന്നാണ് സൂര്യഗ്രഹണം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. ഈ ഓഷൻ ഈ ഭാഗത്തായിട്ടായിരിക്കും, കടലിൽ നിന്നായിരിക്കും കാണാൻ സാധിക്കുക. ഏറെക്കുറെ നമ്മുടെ ഒരു 11:30 ആ സമയത്തോടു കൂടി മെക്സിക്കോയുടെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ടും ഭൂമിയിൽ നിന്നും സമ്പൂർണ്ണ സൂര്യഗ്രഹണം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ചന്ദ്രൻ സൂര്യന്റെ ബിംബത്തെ മറയ്ക്കുന്ന ഒരു പ്രോസസ്സ്. അത് ശരിക്കും 4 മിനിറ്റ് 27 ആയിരിക്കും കാണാൻ സാധിക്കുക വിവിധ പ്രദേശങ്ങളിൽ നിന്നിട്ട്. ഇത്രയും ഭാഗത്തായിട്ട് ടോട്ടലായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്ന, ഇത്രയും ഏരിയയിൽ ടോട്ടൽ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 5 മണിക്കൂറോളമാണ്. മെക്സിക്കോ, അത് കഴിഞ്ഞ് അമേരിക്ക, പിന്നെ കാനഡ, ഈ അടുപ്പിച്ച് യൂറോപ്പിന്റെ ഈ ഒരു ഭാഗത്ത് ഏറെക്കുറെ യൂറോപ്പിൻ്റെതായിട്ടുള്ള ചില ദ്വീപുകളിലായിരിക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക. ഏറ്റവും കൂടുതൽ നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലായിരിക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുക. പ്രധാനമായിട്ടും ടെക്സാസ്, ന്യൂയോർക്ക്, ഒക്ലഹോമ അങ്ങനെയുള്ള വിവിധ നഗരങ്ങളിൽ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നതായിരിക്കും. അങ്ങനെ പുലർച്ചെ 2:22 വരെ, ഇന്ത്യൻ സമയം പുലർച്ചെ 2:22 വരെ ആയിരിക്കും ഈ സൂര്യഗ്രഹണത്തിന്റെ സമയം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചൊരു നിരാശ തന്നെയാണ്. പക്ഷേ കാണാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ നാസ ഇതുമായി ബന്ധപ്പെട്ട് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലൈവ് സ്ട്രീമിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതും